സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ അങ്ങനെ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് അകലം കൂടുതൽ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കൂടുതൽ തന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി നിന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെ തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. വളരെ സന്തോഷം. ഈ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും ക്ലാസ് കേൾക്കുന്ന ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഒന്ന്, നിങ്ങൾക്ക് ഉറങ്ങാതിരിക്കാൻ കഴിയില്ല. എന്നെ നിങ്ങൾക്ക് ഉറക്കാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പരിശ്രമം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമായിക്കൊണ്ട് വിചാരിച്ചു. എന്തായാലും കേരള ലോക്കൽ ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ അതിന്റെ സംസ്ഥാന യോഗം ഇവിടെ നടക്കുമ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന എല്ലാ മാന്യ വ്യക്തിത്വങ്ങളെ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കണ്ണൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ വിഷയം ഹാപ്പിനെസ് സൈക്കോളജിയാണ്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തപ്പോൾ തന്നെ നിങ്ങളെ കയ്യടിയുടെ ഒരു ലെവല് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മസില് വിട്ടിട്ട് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ രസകരമായിട്ട് പോകും. ഇങ്ങനെ ഈ നമ്മുടെ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ ഗൗരവമായിട്ട് ഇരിക്കാതെ ഹാപ്പിനെസിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഹാപ്പി ആവണമെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. റെഡിയാണോ? അപ്പൊ ഈ കയ്യടിയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. ചിലര് പറഞ്ഞപ്പോൾ കയ്യടിച്ചു, പിന്നെ കൈയടിക്കുമ്പോൾ മറ്റേ കയ്യിൽ വേദനിച്ചുവോ എന്ന് വളരെ ചിലര് ഞാൻ കൈയടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഇവനെന്താ ചെയ്യാൻ എന്നെ പറ്റിയ ആണല്ലേ? കൈ എല്ലാവരും അടിച്ചിരുന്നു. ഒന്ന്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് എന്നല്ല എന്ത് സംഗതി നമ്മളിലേക്ക് വരും. ആണോ? അല്ല, നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് വേണ്ടത് കിട്ടുള്ളൂ. ആണോ? അല്ലേ? ഈ പണ്ടൊക്കെ ഈ എന്താണ് ഹിന്ദുക്കളുടെ ഇടയിലൊക്കെ ഈ തപസ് അനുഷ്ഠിക്കാമെന്ന് പറഞ്ഞൊരു കാര്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? തപസ്സൊക്കെ ഹിമാലയത്തിലൊക്കെ പോയി കുറെ കാലം തപസ്സൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ പകലും രാത്രിയും കൊല്ലരുത്, അല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും എന്നെ കൊല്ലാൻ പറ്റും, അങ്ങനത്തെ കുറെ ആളുകൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദൈവം അവരോട് തിരിച്ചു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് എനിക്ക് ഇത്രയും കൂടി വേണം, അല്ലെങ്കിൽ സന്തോഷം വേണം, അല്ലെങ്കിൽ എന്നെ ആർക്കും കൊല്ലാൻ പറ്റരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ദൈവം മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട്. ആരെങ്കിലും ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് എന്നെ പകലും രാത്രിയും ഒരാൾക്ക് കൊല്ലാൻ പറ്റരുത് എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന ആയിക്കോട്ടെ, നിനക്ക് അനുഗ്രഹം, പകലും രാത്രിയും നിന്നെ ആർക്കും കൊല്ലാൻ പറ്റാതിരിക്കട്ടെ എന്നല്ല പറയാം. പകരം ദൈവം ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് സിംബോളിക് ആയിട്ട് നമുക്ക് ഹാപ്പിനെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം. എന്താണ് പറയുക? തഥാസ്തു എന്ന് പറഞ്ഞൊരു വാക്ക് പറയാം. കേട്ടപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നതാണ് അതിന്റെ അർത്ഥം. ശരിയാണ്. ഇത് ഒരു പ്രപഞ്ചത്തിന്റെ ഒരു രഹസ്യമാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യം നമുക്ക് തിരിച്ചു കിട്ടുമെന്നത് പ്രപഞ്ചത്തിന്റെ ഒരു രഹസ്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾ നേരെ വിളിച്ചാൽ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ വീട്ടിലിറങ്ങുമ്പോൾ പറയും, ഭർത്താവാണെങ്കിൽ പറയും, ഇങ്ങനെ ഒരു തങ്ങളുടെ ഭാര്യയെ കിട്ടി, തഥാസ്തു. ഭാര്യ പറയും, ഇങ്ങനെ എന്റെ ഓഫീസുണ്ട്, ഇത്രയും തല്ലിപ്പൊളിയുള്ള ഓഫീസ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. തഥാസ്തു. ആണോ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഫീലിംഗ് ഉണ്ടോ? ഇല്ല. ചിലർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പോഴാണ് ഞാൻ ഈ സബ്ജക്ട് സംസാരിക്കാൻ എനിക്ക് എന്താണ് യോഗ്യത എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതിന്റെ ഒരു ആവശ്യമാണ്. ഞാൻ പരമദരിദ്രവാസിയായിട്ട് കേരളത്തിൽ ജനിച്ച് 16 വയസ്സ് വരെ മാത്രം കേരളത്തിൽ ജീവിക്കും. അതിനുശേഷം നാട് വിട്ടു പോവുകയും
ഒരു 9 കൊല്ലത്തോളം പുറത്തൊക്കെ ജോലി ചെയ്ത് മാർവാടികളുടെയും ഗുജറാത്തികളുടെയൊക്കെ സഹായത്തോടു കൂടി കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ഈ വ്യവസായ വാണിജ്യത്തിലേക്കൊക്കെ ഇറങ്ങി വന്ന ഒരു ജന്മന ദരിദ്രനായ മനുഷ്യൻ. ഇന്ന് എനിക്ക് ദാരിദ്ര്യം എന്നത് ഒരു മേഖലയിലുമില്ല. സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യത്തിലില്ല, സോഷ്യലൈസേഷന്റെ കാര്യത്തിൽ വെറുതെ പറഞ്ഞ പോലെ. സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഈ ദരിദ്രവാസിയായി ജനിച്ച ഞാൻ ഇപ്പൊ ഒരു 12ഓളം ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ വരുമാനമുണ്ട്. നമ്മുടെ എന്നെ ഇവിടെ വിളിക്കുമ്പോൾ ഞാൻ കൃഷ്ണ സാറിനോട് അല്ലേ, ഞാൻ സാറിനോട് പറഞ്ഞത്, ഞാൻ ഒരു സ്ഥലത്ത് പോയാലും പൈസ വാങ്ങിയിട്ട് ഉള്ള ഒരു ട്രെയിനിങ് കൊടുക്കാറില്ല എന്നുള്ളത്. അതെന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാറില്ല, ഈ പരിപാടി ചെയ്യാറില്ല. മാത്രമല്ല, എന്റെ കച്ചവട സ്ഥാപനത്തിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. സാറിന്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് എന്റെ ഓഫീസിലാണ്, അവരുടെ വർക്കിംഗ് പാർട്ട്ണറായിട്ട് എഴുതി വെച്ച ബോർഡ് ഇതാണ്: ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി വരുന്നതാണെങ്കിൽ ഇന്ന് നിങ്ങൾ വാങ്ങേണ്ടതില്ല. നിങ്ങൾ ഇവിടുന്ന് സാധനങ്ങളുടെ ഫോട്ടോ എടുക്കുക, റേറ്റുകൾ എടുക്കുക, ക്വാളിറ്റി മനസ്സിലാക്കുക, ഒരു 4-5 ഷോപ്പുകളിലൊക്കെ പോയി മനസ്സിലാക്കി കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ്, ഞങ്ങളുടെ ക്വാളിറ്റി, ഞങ്ങളുടെ പ്രൈസ് എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ വിചാരിക്കും മിക്കവാറും ആൾക്കാരും പിന്നെ തിരിച്ചു വരാണ്ടായിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രമാത്രം സ്ഥാപനങ്ങളൊന്നും തുടങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല. ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ഇഷ്ടംപോലെ വരുമാനമുണ്ട്. അതിലേക്ക് എന്നെ നയിച്ചത് നിങ്ങളെ പോലെ പല ക്ലാസുകളിലും അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവം. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാവരും ഒന്നിച്ച്, കേരളം മുഴുവൻ ഒന്നിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വലിയൊരു കാര്യം. അപ്പോ ഇങ്ങനെ തുടങ്ങിയ ദരിദ്രവാസി ഫർണിച്ചർ മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് വന്നപ്പോൾ നേരത്തെ മനോജ് സാർ സൂചിപ്പിച്ചതുപോലെ ഫർണിച്ചർ മാനുഫാക്ചറേഴ്സ് ആൻഡ് മർച്ചന്റ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് 6 കൊല്ലം ഇരിക്കാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏത് സ്ഥലത്തും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫർണിച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, ഫർണിച്ചർ മാത്രമല്ല വ്യവസായവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടെങ്കിലും, നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് സ്കീം എന്നുകൊണ്ട് സ്കീം വ്യവസായ മേഖലയിലേക്ക് എന്തെങ്കിലും കോമൺ ഫെസിലിറ്റി സെന്റർ കൊണ്ടുവരുമ്പോൾ 90% ഫണ്ട് 70% സെൻട്രൽ ഗവൺമെന്റും 20% സ്റ്റേറ്റ് ഗവൺമെന്റ് തരും. എനിക്ക് 2 ഗ്ലാസ് വെള്ളം ഇവിടെ കിട്ടിയ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ ഒരാൾ വിളിച്ചാൽ മതി, കുപ്പി തന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇടയ്ക്ക് ഒന്നിങ്ങനെ അത്തരത്തിലുള്ള 90% ഗവൺമെന്റ് ഗ്രാന്റ് വാങ്ങിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്ടുകൾ കേരളം കൊണ്ടുവന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫർണിച്ചർ ഇൻഡസ്ട്രി. 8 പ്രൊജക്ടുകൾക്ക് പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല. ഞാൻ ചാവുന്നത് വരെ ഈ അസുഖങ്ങളൊന്നും വരില്ല എന്ന് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്, ഉറപ്പുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അഹങ്കാരം ഈ ഡാഷ് ഡാഷ് മകൻ അല്ലേ തോന്നിക്കാൻ ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ. ഇത് ഹാപ്പിനെസിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്നെ തെറി പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറക്കം നിന്നിട്ട് ആഘോഷിച്ച് തെറി പറയണം, ഒരു കുഴപ്പമില്ല. അതിന്റെ കാരണം എന്താ വെച്ചാല്, ഒന്ന് ഈ ഷോൺ ആക്ടർ പറഞ്ഞ സാധനത്തിന്റെ പുതിയ ഫോർമുല ഇതാണ്. എന്റെ പഴയ ഫോർമുല: ഹാർഡ് വർക്ക് ലീഡ്സ് ടു സക്സസ്, സക്സസ് ലീഡ്സ് ടു ഹാപ്പിനെസ്. കഠിനാധ്വാനം വിജയത്തിലേക്കും, വിജയം ആനന്ദത്തിലേക്കും നയിക്കും എന്നത്. നമ്മൾ പല ആൾക്കാരും IAS കാരനും IAS കാരനും ഒക്കെ ആക്കാൻ വേണ്ടി മക്കളെ പഠിപ്പിക്കുമ്പോഴൊക്കെ ഇതാണ് വിചാരിക്കുന്നത്. IAS കാരി ആയിക്കഴിഞ്ഞാൽ, IAS കാരനായി കഴിഞ്ഞാൽ പിന്നെ ഹാപ്പിയാണ്. ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ IAS കാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു കാര്യം എടുത്ത് നോക്കിക്കോളൂ. IAS കാർ മുഴുവൻ ഹാപ്പിയാണ്, IPS കാർ മുഴുവൻ ഹാപ്പിയാണ് ആണോ? എന്താ കാരണം? അതിന്റെ പുതിയ ഫോർമുലയാണ് ഷോൺ ആക്ടർ പറയുന്നത്. ഹാപ്പിനെസ് പ്ലസ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ലീഡ്സ് ടു സക്സസ്. ഹാപ്പിനെസ് പ്ലസ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ലീഡ്സ് ടു സക്സസ്. ആ സക്സസ് ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും ആനന്ദം തന്നുകൊണ്ടേയിരിക്കും.
അതാണ് ആദ്യം നമുക്ക് ഹാപ്പിനെസ് വേണം, ആദ്യം വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇത് കേട്ടതിന് ശേഷം എന്റെ മക്കളുടെ അടുത്തൊക്കെ, ഞാൻ അടുത്തറിയാവുന്ന ആളുകൾക്ക് 1-2 ആളുകളെങ്കിലും ഇവിടെ ഉണ്ട്, മക്കളുടെ അടുത്ത് ഒരിക്കലും പഠിക്കടാ പഠിക്കടി എന്ന് പറയാറില്ല. നമ്മളിപ്പോ ഈ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് എനിക്കറിയാം. ഒരുപാട് സ്ട്രെസ് ആയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ജോലി ചെയ്യുന്നത്. ആ ജോലി വീട്ടിലും സ്ട്രെസ്, ഓഫീസിലും സ്ട്രെസ്. പിന്നെ എങ്ങനെ പ്രഷർ വരാതിരിക്കും? നിങ്ങൾ ഈ പറയണ മാതിരി ചെറിയ പ്രായത്തിലൊന്നും കച്ചവടത്തിൽ കയറാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. നമുക്ക് ആൾറെഡി പ്രഷർ വന്നു, ഷുഗർ വന്നു, ഇത് പോവാൻ എന്താ പണി എന്നായിരിക്കും നിങ്ങൾ പലരും ചിന്തിക്കുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എണീറ്റ് നിന്ന് ചോദിക്കാം. ഈ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെത്തഡോളജിയെ കുറിച്ച് BEd പഠിച്ച ആൾക്കാർ ആരെങ്കിലും ഉണ്ട്? BEd ഉണ്ടോ? അപ്പൊ മാഡത്തിന്റെ പേരെന്തായിരുന്നു? പ്രവീണ മാഡം BEd പഠിക്കുമ്പോൾ, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു ടൂളിനെ കുറിച്ച് പറയാറുണ്ട്, SQ3R1. ഓർമ്മയുണ്ട്? സർവേ, ക്വസ്റ്റ്യൻ, റീഡ്, റിസൈറ്റ് ആൻഡ് റിവ്യൂ. ശരിയാണോ? അപ്പൊ ഞാൻ ബഡായി പറയുന്നതല്ല, ഒരു BEd പഠിച്ചു. സർവേ, ക്വസ്റ്റ്യൻ, റീഡ്, റിസൈറ്റ് ആൻഡ് റിവ്യൂ. നമ്മളിപ്പോ ഹാപ്പിനെസ് സൈക്കോളജിയെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇനി ഇല്ലെങ്കിൽ നമ്മളൊരു കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഓഫീസിലും എന്തിനാടോ പണിക്ക് പോണ്, എന്തിനാടോ താൻ ഹാപ്പിനെസിനെ കുറിച്ച് സംസാരിക്കുന്നു? ചോദിക്കണം. ചോദ്യങ്ങൾ, സർവേ നടത്തി ചോദ്യങ്ങൾ ഉന്നയിച്ച് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തുന്ന സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രോഗ്രസ് ഉണ്ടാവുന്നത്. ആണോ അല്ലേ? ഉറക്കം വരുന്നുണ്ട്. ഒന്ന് എഴുതി. ഇറ്റ് ഈസ് യുവർ ഓൺ മിസ്റ്റേക്ക്. നിങ്ങൾ ജനിച്ചത് ദരിദ്രവാസിയായിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല. പക്ഷെ ഞാൻ ഇനി വിചാരിക്കുന്നത് ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും ദരിദ്രവാസിയായിട്ട് ജനിക്കണം. ദരിദ്രവാസിയുടെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്തിനും നേരിടാൻ വേണ്ടിയിട്ട് ഒരു കഴിവ് തരുന്ന ഒരു ഊർജമാണ് ദാരിദ്ര്യത്തിലുള്ള ജനനം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നും ഏത് ഫ്ലോറിൽ കിടക്കാനും എത്ര 5 സ്റ്റാറിൽ കിടക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. 10-48 രാഷ്ട്രങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇതിന്റെ ഒക്കെ ഒരു കാരണം നേരത്തെ പറഞ്ഞ ബിൽ ഗേറ്റ്സ് പറഞ്ഞതുപോലെ, നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ജനിച്ചത് അൺഹാപ്പി ആയിട്ടാണെങ്കിൽ, ഞാൻ ബിൽ ഗേറ്റ്സിന്റെ വാക്കിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാണ്. ബിൽ ഗേറ്റ്സ് പറഞ്ഞത് നിങ്ങൾ ജനിച്ചത് ദരിദ്രവാസിയായിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷെ മരിക്കുന്നത് ദരിദ്രവാസിയായിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണെന്നാണ്. പക്ഷെ ഹാപ്പിനെസിന്റെ കാര്യത്തിൽ അത് ഞാൻ പറയുന്നതല്ല, ഈ പറയുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും. എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെയാണ്. നാട്ടുമ്പുറത്തെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ കേശവനോ കൃഷ്ണൻകുട്ടിയോ മുസ്തഫാക്കിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വെയിറ്റ് കുറവായിരിക്കും. നേരെ മറിച്ച് മാർട്ടിൻ ലൂതർ കിങ്, എബ്രഹാം ലിങ്കൺ അല്ലെങ്കിൽ അബ്ദുൽ കലാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ തിരിച്ചുകൊണ്ടോ ഉണ്ടോ ഇല്ലേ? സുഹൃത്തുക്കളെ, ബസ്സില് വിടുന്ന ഏവിയിരിക്കും. എന്നാലേ എനിക്ക് അനുവദിച്ച സമയം 1.5 മണിക്കൂറാണെങ്കിൽ 1/2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. അതിന്റെ എക്സ്റ്റൻഷൻ കിട്ടുമല്ലേ എന്നുള്ളത് സംഘാടകർ എന്നോട് 10 മിനിറ്റ് നിർത്തണതിന് മുമ്പ് ഒരു ചെറിയ സ്ലിപ്പ് ഒന്ന് എടുത്താൽ മതി, എനിക്ക് 1/2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. അപ്പൊ പറഞ്ഞു വന്നത്, അവിടെ നിന്ന് ഈ ഒരു മൈൻഡ് സെറ്റ്, പിന്നീട് വായിക്കാനും ക്ലാസ്സുകൾ കേൾക്കാനും പോസിറ്റീവ് സൈക്കോളജിയെ കുറിച്ച് പഠിക്കാനും ഹാപ്പിനെസ് സൈക്കോളജിയെ പറ്റി പഠിക്കാനൊക്കെ ജീവിതത്തിൽ അവസരം കിട്ടി. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല, കേൾക്കാത്ത ആളുകൾ നിർബന്ധമായും നാളത്തെ പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോഴേക്കും നിങ്ങളുടെയൊക്കെ യൂണിറ്റുകളിൽ കഴിയുമെങ്കിൽ ഒരു ബുക്കെങ്കിലും വാങ്ങിയിട്ടൊന്ന് വായിക്കണം എന്നൊരു അഭിപ്രായമുള്ള ഒരു പുസ്തകമാണ് ഹാപ്പിനെസ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു പുസ്തകം. ഷോൺ ആക്ടർ എന്ന് പറയുന്ന ഹാർവാർഡ് സർവകലാശാലയിലെ അതിപ്രഗത്ഭനായ സൈക്കോളജിസ്റ്റ് പ്രാസംഗികൻ. ഗൂഗിളിലൊക്കെ കയറി അടിച്ചു നോക്കിയാൽ കിട്ടും. യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഷോൺ ആക്ടറിന്റെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. എന്താണ് പുസ്തകത്തിന്റെ പേര്? ഹാപ്പിനെസ് അഡ്വാൻറ്റേജ്. അദ്ദേഹം പറയുന്ന സ്ട്രെയിറ്റ് ആയിട്ട്, സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, പരമ്പരാഗതമായി നമ്മൾ ശീലിച്ചു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ലീഡ്സ് ടു സക്സസ്, സക്സസ് ലീഡ്സ് ടു ഹാപ്പിനെസ് എന്നാണ്. കഠിനാധ്വാനം വിജയത്തിലേക്കും വിജയം ആനന്ദത്തിലേക്കും നയിക്കും എന്നതാണ് പരമ്പരാഗതമായി നമ്മൾ പഠിച്ചു വന്നൊരു കാര്യം. ആണോ അല്ലേ? നമ്മൾ മക്കളോടൊക്കെ പറയും ഹാർഡ് വർക്ക് ചെയ്താൽ വിജയം
ഉറക്കം വരുന്നുണ്ടോ? കാച്ചില്ലേ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ മക്കളോട് അങ്ങനെ തന്നെയാണ് പറയാറ്. നമ്മളോട് നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ട് കഠിനാധ്വാനം ചെയ്യും വിജയിക്കും. അങ്ങനെയല്ലേ? അങ്ങനെയാണോ അല്ലേ? ആണോ അല്ലേ? എന്നാൽ ന്യൂറോ സയന്റിസ്റ്റും സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ഷോൺ ആക്കർ പറയുന്നു, ആ ഒരു ഫോർമുല എടുത്തു കളയേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ അത് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്ഥാപനത്തിന് പോകാറില്ല. ഈ സ്ഥാപനത്തിൽ പോയിട്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷ ചാർജ് 45 അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. ഈ ഇവിടെ വന്ന് ടേബിളിൽ തല അടിച്ചത് വീണു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഓടി വന്ന് കുട്ടി തല അടിച്ചത് വീണു. വീണ സമയത്ത് അച്ഛനോ അമ്മയോ ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തെയോ ആരെങ്കിലും കണ്ടു. കുട്ടി എന്ത് ചെയ്യും? ഒരൊറ്റ കീറലാണ്. ആണോ അല്ലേ? ഇനി ഇതേ പൊസിഷൻ നിങ്ങൾ ആലോചിക്കാം. കുട്ടി വീഴുന്ന സമയത്ത് ആരും ഇല്ല. എന്ത് സംഭവിക്കും? ചിരിച്ചു ആടെ നോക്കും, ആരോ കണ്ടോ? ഇല്ലെങ്കിലോ മെല്ലെ ആരും കണ്ടില്ലേ? ഈ ആദ്യത്തെ സിറ്റുവേഷനിലേക്ക് മടങ്ങി വരിക. ഈ കുട്ടി വീണു കരയുമ്പോ അച്ഛനോ അമ്മയോ ഉപ്പയോ ഉമ്മയോ കണ്ടു ഓടി വന്നു കഴിഞ്ഞാൽ നിങ്ങളാണ് അച്ഛൻ, അമ്മ, ഉപ്പ, ഉമ്മ. എന്ത് ചെയ്യും? ഞാൻ കുട്ടീനെ പിടിച്ചടിക്കും. വെരി ഗുഡ്. ഈ ഒരു ഇൻവോൾവ്മെന്റ് ആണ് എനിക്ക് വേണ്ടത്. ഹാപ്പിനെസ്. വേറെ എന്തെങ്കിലും അഭിപ്രായം? താങ്ക് യു വെരി മച്ച്. ഒരു നല്ല അഭിപ്രായം. എനിക്ക് വേണ്ട കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞു. സന്തോഷം. രാകേഷ്. അപ്പോ നമ്മള് അച്ഛനോ അമ്മ ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ഈ ടേബിളിനോ എന്റെ കുട്ടീനൊട്ട ഇങ്ങോട്ട വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒറ്റ സറാണിക്കൽ കുട്ടി കരച്ചില് നിർത്തി എഴുന്നേറ്റ് നിന്നു. കുട്ടിയുടെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് ഒരു പുതിയ സൈക്കോളജി തിയറി കയറിയിട്ടുണ്ട്. ഇനി മേല ജീവിതത്തിൽ എവിടെ വീണാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്നുകിൽ ടേബിളിനെ കുറ്റം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നാട്ടുകാരെ കുറ്റം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിന്റെ കുറ്റം പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒക്കെ കുറ്റം പറയും. ഞാനല്ല ഈ ഭൂമിയിലെ ഒരു പ്രശ്നത്തിന് കാരണം. ആണോ അല്ലേ? ആണോ അല്ലേ? ആണ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കയ്യടി പഠിച്ച് എടോ ഹാപ്പിനെസ് ഉണ്ടാവാൻ ഒരു ചെലവുമില്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ് കൂടുതൽ ആൾക്കാരെ അഭിനന്ദിക്കാറുള്ളത്. ആണോ അല്ലേ? ഒന്ന് അപ്പുറത്തും ആൾക്കാരുടെ കൂടിയാണ് എനിക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് ചിരിക്കരുത്, പുരുഷന്മാരോട്. ആണോ അല്ലേ? ആണോ അല്ലേ? നമുക്ക് ചിരിക്കാൻ വേണ്ടി പോലും ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എന്നത് പണത്തിന്റെ മേഖലയിൽ മാത്രമല്ല, പുഞ്ചിരിക്കണമെങ്കിൽ കാശ് കൊടുക്കണം എന്നുള്ള നിലവാരത്തിൽ നമ്മളെല്ലാം പെരുമാറുന്നു. നിങ്ങൾ ഒരു പക്ഷേ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. ഒരു ഗുരു 2 ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ട് 15 കൊല്ലത്തെ ട്രെയിനിങ്ങിന് ശേഷം 2 പേർക്കും 2 ഓരോ പൂക്കളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? നന്ദി, മറ്റേ ഇൻസ്റ്റാഗ്രാമിന് നന്ദി, ഫേസ്ബുക്കിന് നന്ദി, പണ്ടൊക്കെ നമ്മള് പടച്ചോറിന് നന്ദി, കൃഷ്ണന് നന്ദി, രാമന് നന്ദി. അതൊക്കെ മാറിയിട്ട് നമ്മള് ഇൻസ്റ്റാഗ്രാമിന് നന്ദി, ഫേസ്ബുക്കിന് നന്ദി, വാട്സപ്പിന് നന്ദി എന്നൊക്കെ പറയേണ്ട കാര്യം. 2 പേർക്ക് പൂവെടുത്ത് പറഞ്ഞു. 15 കൊല്ലത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതല്ലേ. അപ്പൊ 2 പേര് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പൂക്കളുമായി പുറത്തേക്ക് ഇറങ്ങിയാൽ ആദ്യമായി ചിരിക്കുന്ന ആൾക്ക് പൂവ് കൊടുക്കുക, തിരിച്ചു വരാം. ക്ലിയറാണോ? ആദ്യമായി നിങ്ങൾ പുഞ്ചിരിച്ച ആൾക്ക് പൂവ് കൊടുക്കുക, തിരിച്ചു വരാം. 2 ശിഷ്യന്മാർ പുറത്തിറങ്ങി. ആദ്യത്തെ ശിഷ്യൻ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോ പൂവ് കൊടുത്തിട്ട് തിരിച്ചു വന്നു. മറ്റേ ശിഷ്യൻ ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താ കാരണം അറിയോ? എന്താണ്? എന്താ സാറിന്റെ പേരെന്താ?
റഹീം സാറിന് വേണ്ടിയിട്ട് ഒരു കയ്യടി കൊടുക്കാവോ? വരൂല ഹാപ്പിനെസ് ഒന്നും വരൂല മക്കളെ. കയ്യടിക്കുക എന്ന് പറഞ്ഞാൽ കയ്യടിയുടെ ഒരു ആത്മാർത്ഥമാണ്. റഹീം സാറിന് വേണ്ടിയല്ല, അവനവന് വേണ്ടിയിട്ട് ഒന്നുകൂടെ തകർത്തിട്ട് ആണോ അല്ല? നമുക്ക് ചിരിക്കാൻ വേണ്ടി പോലും ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എന്നത് പണത്തിന്റെ മേഖലയിൽ മാത്രമല്ല, പുഞ്ചിരിക്കണമെങ്കിൽ കാശ് കൊടുക്കണം എന്നുള്ള നിലവാരത്തിൽ നമ്മളെല്ലാം പെരുമാറുന്നു. നിങ്ങളൊരു പക്ഷെ ഒരു കഥ കേട്ടിട്ടുള്ള ഒരു ഗുരു 2 ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ട് 15 കൊല്ലത്തെ ട്രെയിനിങ്ങിന് ശേഷം 2 പേർക്കും ഓരോ പൂക്കളും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? നന്ദി, മറ്റേ ഇൻസ്റ്റാഗ്രാമിന് നന്ദി, ഫേസ്ബുക്കിന് നന്ദി, പണ്ട് നമ്മള് പടച്ചോറിന് നന്ദി, കൃഷ്ണന് നന്ദി, രാമന് നന്ദി. അതൊക്കെ മാറിയിട്ട് നമ്മള് ഇൻസ്റ്റാഗ്രാമിന് നന്ദി, ഫേസ്ബുക്കിന് നന്ദി, വാട്സപ്പിന് നന്ദി എന്നൊക്കെ പറയേണ്ട കാര്യം. 2 പേർക്കും പൂവ് എടുത്തിട്ട് പറഞ്ഞു. 15 കൊല്ലത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതല്ലേ. അപ്പൊ 2 പേരും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പൂക്കളുമായി പുറത്തേക്ക് ഇറങ്ങിയാൽ ആദ്യമായി ചിരിക്കുന്ന ആൾക്ക് പൂവ് കൊടുക്കുക, തിരിച്ചു വരാം. ക്ലിയറാണോ? ആദ്യമായി നിങ്ങളോട് പുഞ്ചിരിച്ച ആൾക്ക് പൂവ് കൊടുക്കുക, തിരിച്ചു വരാം. 2 ശിഷ്യന്മാർ പുറത്തിറങ്ങി. ആദ്യത്തെ ശിഷ്യൻ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോ പൂവ് കൊടുത്തിട്ട് തിരിച്ചു വന്നു. മറ്റേ ശിഷ്യൻ ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താ കാരണം അറിയോ? എന്താണ്? എന്താ സാറിന് എന്താ? റഹീം സാറിന് വേണ്ടിയിട്ട് ഒരു കയ്യടി കൊടുക്കാവോ? വരൂല ഹാപ്പിനെസ് ഒന്നും വരൂല മക്കളെ. കയ്യടിക്കുക എന്ന് പറഞ്ഞാൽ കയ്യടിയുടെ ഒരു ആത്മാർത്ഥമാണ്. റഹീം സാറിന് വേണ്ടിയല്ല, അവനവന് വേണ്ടിയിട്ട് ഒന്നുകൂടെ തകർത്തിട്ട് അപ്പോ ഡൈനിങ് ചെയർ ഒക്കെ സ്ട്രെയിറ്റ് ഉറപ്പിച്ച് സെറ്റപ്പ് ആക്കി വീട്ടിലേക്ക് വിടാൻ വേണ്ടി ഓർഡർ കൊടുത്തതിന് ശേഷം പുള്ളി പറഞ്ഞു, ഞാനിത് എടുക്കുന്നതിന്റെ ഉദ്ദേശം കഴിഞ്ഞ തവണ വന്നപ്പോ 6 ചെയറിന് ഒരു ടേബിൾ കൊടുത്തു. ചെയറിന്റെ ഇരുമ്പിന്റെ കാലാണ്, അത് വെൽഡിങ് വിട്ടുപോയി. നാട്ടിൽ എപ്പോഴെങ്കിലും ഒരു 15 ദിവസത്തിന് വരുന്ന സമയത്ത് ചെറിയ പണിയെടുക്കാൻ നാട്ടിൽ ആളെ കിട്ടാനില്ല. ശരിയാണോ? വലിയ പണിയൊക്കെയാണെങ്കിൽ ആളെ കിട്ടും. ചെറിയ ഒരു വെൽഡിങ് യഥാർത്ഥ ഒരു പ്ലംബിംഗ് എന്ന് പറഞ്ഞ ആളെ കിട്ടാനില്ല. ശരിയാണോ? അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. നമ്മുടെ ഓഫീസിൽ നമ്മൾ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമുക്ക് സാധനം വിൽക്കലല്ല, ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള മെസ്സേജ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ സെയിൽസ് ഗേൾ പറഞ്ഞു, സാറെ അങ്ങനെയാണെങ്കിൽ ആ വെൽഡിങ് ഞങ്ങൾ ചെയ്തിട്ട് കൊണ്ടുതരാം. സാറെന്തിനാ ആവശ്യമില്ലാതെ ഈ ഡൈനിങ് ടേബിൾ സെറ്റ് എടുക്കുന്നത്? 38,000 രൂപയുടെ ഡൈനിങ് ടേബിൾ സെറ്റ് ഉറപ്പിച്ച സാധനം. നിങ്ങൾ വിചാരിക്കും ഇമാതിരി മണ്ടത്തരം കാണിക്കണ ആരെങ്കിലും ഉണ്ടോ? കച്ചവടത്തിന് വേണ്ടി വന്ന ഒരാളെ അടുത്ത് അത് വേണ്ടാന്ന് വെപ്പിച്ചിട്ട് അപ്പൊ പറഞ്ഞു വെൽഡിങ്ങിന് ഒരാളെ ബൈക്കിന്റെ ബാക്കിൽ ഒരാളെ എടുത്തിട്ട് പറഞ്ഞയച്ചു. വീട്ടിൽ പോയി അതിനെടുത്തു കൊണ്ടുവന്ന് അപ്പുറത്തുള്ള താമരയുടെ കടയിൽ പോയി 2 വെൽഡിങ് ടാക്ക് അടിച്ചു, അവിടെ കൊണ്ടുപോകും. അപ്പൊ എത്ര പൈസ? ഡാമരന്റെ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല, 2 പൈസ ഒന്നും തരുന്ന. അപ്പൊ അയാൾക്ക് വീണ്ടും ഒരു അത്ഭുതം. കച്ചവടത്തിന് വേണ്ടാന്ന് വെച്ച് മാത്രമല്ല, അടുത്ത പണി ചെയ്തതിന് കാശും വാങ്ങിയിട്ടില്ല. ഇതേതോ മണ്ടന്മാരുടെ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്ത ആളാണെന്ന് ഇയാൾക്ക് ഏകദേശം ഉറപ്പായി. ഈ കൂടെ പോയ ആൾക്കാർ വന്ന പിന്നെ ചില്ലറ പോക്കറ്റിലിരിക്കട്ടെ. പോക്കറ്റിൽ അല്ല സാറേ, നിങ്ങൾക്ക് ആ ശീലം ഞങ്ങൾക്കില്ല. ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ സാറിനോട് ഹാപ്പി ആയിട്ട് പെരുമാറിയെങ്കിൽ ഹാപ്പിയാണ് സാറ് എന്ന് നമ്മുടെ ബോസിനോടൊന്ന് വിളിച്ചു പറയണം. അപ്പൊ അയാൾ അതിൽ അനുഗ്രഹം ഈ ആളുകൾക്ക് പെരുമാറാൻ വേണ്ടി തുടങ്ങി. ഈ കക്ഷി വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ NRIസിന്റെ ഒരു അസോസിയേഷൻ നടക്കുമ്പോൾ അയാൾ പറഞ്ഞു, കേരളത്തിൽ കസ്റ്റമർ കെയർ മോശമാണ് എന്നൊക്കെ പറയും. പക്ഷെ ഞാനിങ്ങനെ പോയപ്പോൾ ഒരു മണ്ടന്മാരുടെ ഷോപ്പിൽ പോയി അയാൾ പൈസ ഒന്നും വാങ്ങാണ്ട് വേലയൊക്കെ ചെയ്ത് സാരി കൊണ്ട് തന്നു. അതിനാണെങ്കിൽ കാശ് വാങ്ങിയില്ല, ഈ മറ്റേ ടിപ്പ് പോക്കറ്റിൽ വെച്ചിട്ട് അതുപോലും വാങ്ങാണ്ട് അവർ പോയിരിക്കുന്നത്. എന്താ സംഭവിച്ചതെന്നറിയോ? ബേക്കിന്റെ മെമ്പർമാരും മുഴുവൻ ഫാമിലിയായിട്ട് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തിന്റെ ഉള്ളിൽ 4.8 crore ബിസിനസ് ഞങ്ങൾ ഈ ഒറ്റ ഫ്രീ കാര്യം ചെയ്തതിന്റെ ബാക്കിൽ ചെയ്തു. ഇപ്പോഴും കുറച്ചാൾക്കാർ ഞാൻ കൈയടിക്കില്ല എന്നെ കൗൺസിലിംഗ് ഉണ്ടാവില്ല, വീട്ടിൽ മാറ്റുണ്ടാവില്ല. കേരളത്തിൽ ഏറ്റവും
കൂടുതൽ യാത്ര പോകുന്ന ഒരാളുടെ പേര് പറയാൻ നിങ്ങൾ ആര് പറയും? ഐകകണ്ഠമായിട്ട് എല്ലാവരും സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പേര് പറഞ്ഞു. സന്തോഷ് ജോർജ് കുളങ്ങര യാത്ര ചെയ്യുന്നതും നമ്മൾ യാത്ര ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് സാർ? പുള്ളി പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. പ്രൊഫഷനും പാഷനും ഒന്നാണ്. ഒന്ന് കയ്യൊന്നും പ്രൊഫഷനും പാഷനും ഒന്നാണ്. ഇതൊക്കെ എന്തോ ഈ ഏതോ മറ്റേ സൈക്കോളജി ക്ലാസ്സിലെ സ്റ്റേറ്റ്മെന്റ് പോലെ എല്ലാവർക്കും ധരിക്കുന്നവ അവരുടെ സുഖത്തിനായി വരണമെന്ന് പറയുന്ന സാധനമായിട്ട് കണക്ഷൻ കിട്ടുന്നുണ്ടോ? അയാൾ അത് ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു ചാനലാണ്. എങ്ങനെയാണ് പുള്ളി പൈസ ഉണ്ടാക്കുന്നത്?